ജെ.ബി. മേത്തറെ അറിയാവുന്ന ആരും ജെ.ബി. മേത്തർക്കെതിരെ ഒരു സാമ്പത്തിക ആരോപണം ഉന്നയിക്കുന്നില്ല. ജെ.ബി. മേത്തറുടെ അല്ലെങ്കിൽ മേത്തർ ഗ്രൂപ്പിൻ്റെ മുറ്റത്ത് വീഴുന്ന കരിയില പെറുക്കി വിറ്റ് കഴിഞ്ഞാൽ അതിന് കോടികളുടെ വിലയുണ്ടാവും. മേത്തർ കുടുംബം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മേത്തർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിന് ഒരിക്കലും മറക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണത്. ഈ മേത്തർ കുടുംബം എന്ന് പറയുന്നത് ഏതൊക്കെയായാലും എനിക്ക് തോന്നുന്നില്ല നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട ഗതികേട് അവർക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നമസ്കാരം, വൈറ്റ്സ് വൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഈ മഹിളാ കോൺഗ്രസിലെ ജെ.ബി. മേത്തർ പണപ്പിരിവ് നടത്തിയെന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ആ ആരോപണത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? അഡ്വക്കേറ്റ് ജെ.ബി. മേത്തർ പണപ്പിരിവ് നടത്തി എന്നുള്ളത് മാത്രമല്ല, ഏകാധിപത്യ പ്രവണത കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു ചാനലിൽ, ഒരു പ്രമുഖ ഓൺലൈൻ ചാനൽ തന്നെയാണ് ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല, അതിൽ വാർത്ത വന്നിരിക്കുന്നത്. പക്ഷേ അവരത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വാർത്ത കൊടുത്തത് എന്ന് നമുക്കാർക്കും മനസ്സിലാവുന്നില്ല. ജെ.ബി. മേത്തറെ അറിയാവുന്ന അതല്ലെങ്കിൽ മേത്തർ ഗ്രൂപ്പിനെ അറിയാവുന്ന ആരും ജെ.ബി. മേത്തർക്കെതിരെ ഒരു സാമ്പത്തിക ആരോപണം ഉന്നയിക്കുന്നില്ല. അതായത് ജെ.ബി. മേത്തറുടെ അല്ലെങ്കിൽ മേത്തർ ഗ്രൂപ്പിൻ്റെ മുറ്റത്ത് വീഴുന്ന കരിയില പെറുക്കി വിറ്റ് കഴിഞ്ഞാൽ അതിന് കോടികളുടെ വിലയുണ്ടാവും. അതേപോലെയുള്ള ഒരു ബിസിനസ് കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് അഡ്വക്കേറ്റ് ജെ.ബി. മേത്തർ. അഡ്വക്കേറ്റ് ജെ.ബി. മേത്തർ മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിനു മുമ്പ് എനിക്ക് ജെ.ബി. മേത്തറുമായിട്ട് വലിയ പരിചയമൊന്നുമില്ല, ഞാനിവരെ കണ്ടിട്ടുള്ളതായിട്ടും തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ ചാനലിൽ ഒരു പ്രാവശ്യം ഇവരുടെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു 17 വർഷങ്ങൾക്ക് മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്ന സമയത്ത് ഒരു വെള്ളയും ചുരിദാറൊക്കെ ഇട്ട് ഒരു പ്രത്യേക ഒരു ഡ്രസ്സിങ് സ്റ്റൈലൊക്കെയാണ് ജെ.ബി. മേത്തർക്കുള്ളത്. അങ്കമാലി സുരഭി ഹോട്ടലിലാണ് അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഭരണാധികാരി താമസിച്ചിരുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു മറ്റേ അൻവർ സാദത്ത് എം.എൽ.എ ഒന്നും ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു. അപ്പം അന്ന് അവിടെ കൊണ്ടുവന്ന് ഈ സ്ലിപ്പ് കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു പ്രാവശ്യം കണ്ട് ഉള്ള പരിചയം മാത്രമേ എനിക്ക് ഇവരേ ഉള്ളൂ. മേത്തർ കുടുംബം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മേത്തർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിന് ഒരിക്കലും മറക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണത്. എറണാകുളത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള മാസ് ഹോട്ടൽ, ഈ മാസ് ഹോട്ടലിൽ വന്ന് താമസിക്കാത്ത കോൺഗ്രസ് നേതാക്കന്മാരാരും ഉണ്ടാവില്ല. അത് എ.കെ. ആൻ്റണി മുതൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ഈ അഡ്വക്കേറ്റ് ജെ.ബി. മേത്തറുടെ പിതാവായിട്ടുള്ള കെ.എം.ഐ. മേത്തർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AICC അംഗമായിരുന്നു, KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ഒക്കെ ഭാരവാഹിയൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വളരെ ഒരു ബഹുമുഖ പ്രതിഭയാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് പറയുമ്പോഴത്തേക്ക് ടി.ഒ. ബാവ KPCCയുടെ പ്രസിഡൻ്റായിട്ടുള്ള ആളാണ്. അദ്ദേഹം ജനപ്രതിനിധിയായിട്ടുള്ള ആളാണ്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത അത്രയും സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് ജെ.ബി. മേത്തർ. ജെ.ബി. മേത്തർക്ക് ഒരു രാജ്യസഭാ MP സ്ഥാനം മാത്രം പോരാ എന്നുള്ളൊരു അഭിപ്രായക്കാരാണ് ഞാൻ. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ കേരളത്തിൽ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് മേത്തർ കുടുംബം ചെയ്തിട്ടുള്ള സംഭാവനകൾ അത് നിസ്സാരമല്ല. അപ്പോൾ ഇവർക്കെതിരെയൊക്കെ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട്. കാര്യം ശരിയാണ്, പലപ്പോഴും ഈ ജെ.ബി. മേത്തർ വളരെ ഒരു ഇത്തിരി അഹങ്കാരമുണ്ട് അല്ലെന്നൊക്കെ. മഹിളാ കോൺഗ്രസിന്റെ പരിപാടികളിലെല്ലാം സജീവ സാന്നിധ്യമാണ് ജെ.ബി. മേത്തർ. അതായത് ഒരു പ്രൊഫഷണലിസം എന്ന് പറയും. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അധ്യക്ഷയായി വരുന്ന സമയത്ത് ഇവർക്കെതിരെ കുറച്ച് ആളുകളൊക്കെ വളരെ ജൂനിയർ ആയിട്ടുള്ള ആളെയാണ് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ ഒക്കെ വന്നിരുന്നു. പക്ഷെ അതിലൊന്നും കഴമ്പില്ല. കാരണം പ്രൊഫഷണലായിട്ടൊരു സംഘടനയെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ചൊക്കെ വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ ഒരു പ്രൊഫഷണൽ വേയിലേക്ക് സംഘടനയുടെ പ്രവർത്തനങ്ങളെ മാറ്റാൻ ശേഷിയുള്ള ആളുകൾ വന്നാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്നു മഹിളാ കോൺഗ്രസിനൊരു അച്ചടക്കം ഉണ്ടായത് ഇവർ വന്നതിന് ശേഷമാണ് എന്നെനിക്ക് തോന്നുന്നു. അതല്ല എങ്കിൽ ഈ മഹിളാ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അപ്പോയിൻമെൻറ്റുകളോ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തുടങ്ങി ഗ്രൂപ്പ് തിരിഞ്ഞുള്ള തെറിവിളികൾ സ്ഥിരമാണ്. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ ആളുകളെ ചിത്രീകരിക്കുക, അതായത് വനിതകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിത്രീകരിക്കുക, അവരുടെ പേര് പരസ്യമായിട്ട് ഫ്ലെക്സുകൾ ഇറക്കുക, ഇങ്ങനെയൊക്കെയുള്ള പതിവ് മഹിളാ കോൺഗ്രസ് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തി ഇവർ കൃത്യമായിട്ടൊരു അച്ചടക്കം അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർ ബൂത്ത് തലം തുടങ്ങി തന്നെ മഹിളാ കോൺഗ്രസിന് യൂണിറ്റുകൾ, അതായത് കോൺഗ്രസിന് മാത്രമുള്ള ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന് മാത്രമുള്ളൊരു സംവിധാനമാണ് ഈ ബൂത്ത് കമ്മിറ്റികൾ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബൂത്ത് കമ്മിറ്റികളൊക്കെ ഈ മഹിളാ കോൺഗ്രസിന് ഉണ്ടായത് ഇവർ വന്നതിന് ശേഷമാണ്. നിലമ്പൂരിലെ ഇപ്പോഴും ഇലക്ഷന്റെ സമയത്ത് മാര്യാട് ഷൗക്കത്തിന് വേണ്ടിയിട്ട് ആ പാട്ടൊക്കെ പാടി വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പാട്ടൊക്കെ പാടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്കിലും ജെ.ബി. മേത്തറെ പുകഴ്ത്തി പറയുക എന്നുള്ളതല്ല ഇതിനകത്ത് ലക്ഷ്യം. പക്ഷെ മേത്തർ കുടുംബത്തെ അല്ലെങ്കിൽ അപമാനിക്കുന്നു എന്ന് പറയുമ്പോൾ, ഒരു ആരോപണം ഉന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും വിമർശിക്കപ്പെടേണ്ടതാണ്. ഏതൊരു മാധ്യമ പ്രവർത്തകനാണെങ്കിലും അത് ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ കുടുംബത്തെക്കുറിച്ച് പഠിക്കണമായിരുന്നു. ജെ.ബി. മേത്തർ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും
10,000 രൂപ വെച്ച് മേടിച്ച് ഏകദേശം 1.5 കോടിയോളം രൂപ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ 1.5 കോടി എന്ന് പറയുന്ന പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒരു ഫാഷനാണെന്ന് തോന്നുന്നു, ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയിട്ട്. അതിനൊന്നും ആവശ്യം കണക്കുകൾക്ക് ബലം വേണമെങ്കിൽ കോടികൾ വരണമെന്നിരിക്കുന്നു. അപ്പോൾ ഈ JB മേത്ര ഏകയാലും പാർട്ടിയിൽ നിന്ന് പിരിച്ച് കുടുംബം കഴിയേണ്ട അവസ്ഥയൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറത്തുള്ള സമ്പത്തുള്ള ആളുകളാണ് ഇവർ. അപ്പോൾ അവരൊക്കെ പിരിച്ചു എന്നൊക്കെ രീതിയിൽ ഓൺലൈൻ ചാനലിൽ വന്നിരുന്ന് വെറുതെ അടിച്ചു വിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറെ വിമർശിക്കപ്പെടേണ്ടതാണ്, അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചെയ്തത്. അത് ടിയോ ബാബ എന്ന് പറയുന്ന ആള് KMI മേത്രയുടെ പിതാവാണ്. അദ്ദേഹം KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു പാരമ്പര്യം നോക്കുക. അതിനുശേഷം ഈ KMI മേത്ര എന്ന് പറയുന്ന ആള് അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അതിന് ഒരു വേറൊരു കഥയും കൂടി ഉണ്ട്. കാരണം ഈ K കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൽ സന്തോഷ് ട്രോഫി ലഭിക്കുന്നൊരു അവസരം ഉണ്ടായി. അന്ന് കോയമ്പത്തൂർ വെച്ചിട്ടാണ് കളി നടന്നത്. അതിനുശേഷം ഈ സന്തോഷ് ട്രോഫിയുടെ ടീമിന് ഒരു സ്വീകരണം നൽകുന്നതിനെ കുറിച്ചൊക്കെ മേത്ര K കരുണാകരനെ കണ്ട് സംസാരിക്കുന്നു. ആ സംസാരിക്കുന്ന അവസരത്തിൽ കേരളത്തിൽ നല്ലൊരു സ്റ്റേഡിയം ഇല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ KMI മേത്രയുടെ ഒരു ദീർഘവീക്ഷണമാണ് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം ഉണ്ടായത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ഇന്നുവരെ ആരും പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും ചരിത്ര സത്യമാണ്. ഈ സത്യത്തെ ആർക്കും മറച്ചു വയ്ക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പോൾ അത്രയൊക്കെ സംഭാവനകൾ നൽകിയിട്ടുള്ള കോൺഗ്രസിനകത്ത് അത്രയും ശക്തമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളുടെ മകൾക്കൊക്കെ നേരെ KMI മേത്രയുടെ മകൾ എന്നുള്ള രീതിയിലൊന്നുമല്ല JB മേത്ര വളർന്നു വന്നിട്ടുള്ളത്. JB മേത്തർ ഇപ്പം ഡൽഹിയിൽ നടന്ന സമരങ്ങളിലാണെങ്കിലും അവർ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് അവർ ഡൽഹിയിൽ വെച്ച് നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളിലൊക്കെ BJP സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളിലൊക്കെ ശക്തമായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നടക്കുന്ന വിവിധ സമരങ്ങളിൽ അവർ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഈ ജനിച്ച നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വളർന്നു പോകുമ്പോൾ അയൽപക്കത്തുള്ള ആളുകൾക്ക് അസൂയ ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ ഈ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഇപ്പോൾ ഏത് സംഘടനയ്ക്കാണെങ്കിലും ഫണ്ട് ആവശ്യമാണ്. ആ ഫണ്ട് ആവശ്യമായിട്ട് വരുമ്പോഴത്തേക്ക് അത് മണ്ഡലം കമ്മിറ്റികൾ തന്നെയാണ് പിരിച്ചു കൊടുക്കേണ്ടത്. അതിനകത്തൊരു നിശ്ചിത തുക ആർക്ക് പോവും? ജില്ലാ കമ്മിറ്റികൾക്ക് പോവും, ബ്ലോക്ക് കമ്മിറ്റികൾക്ക് പോവും. ബാക്കിയുള്ള തുക മാത്രമാണ് സംസ്ഥാന കമ്മിറ്റിക്ക് കിട്ടുന്നത്. സംസ്ഥാന കമ്മിറ്റിക്ക് വരുന്ന ആ ഫണ്ട് ഒരിക്കലും JB മേത്രയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകത്തില്ല. അത് അവിടെ ഫണ്ടായിട്ട് തന്നെ സ്ഥിരമായിട്ട് കിടക്കും. അത് ഔദ്യോഗികമായിട്ട് തന്നെ മേടിക്കുന്നതാണ്. ഇതിന് ഓഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. പിന്നെ അതിനകത്ത് പറയുന്ന പല DCC പ്രസിഡന്റുമാർക്കും അറിയത്തില്ല. അതൊക്കെ എല്ലാത്തൊക്കെ ഒരു കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ എറണാകുളത്ത് വന്ന ആ ജാഥ അതിനകത്തൊക്കെ ഞാൻ കണ്ടത് നമ്മുടെ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഒക്കെ അതിന്റെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നത് റോജി എം ജോൺ MLA ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മേത്ര കുടുംബം എന്ന് പറയുന്നത് ഏതൊക്കെയായാലും എനിക്ക് തോന്നുന്നില്ല നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട ഗതികേട് അവർക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ ഈ ടിയോ ബാവയുടെയും ഈ KMI മേത്രയുടെയും ഈ കേരളത്തിലെ കോൺഗ്രസ് ഇതേ രീതിയിൽ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തി KMI മേത്ര തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാനിന്ന് രാവിലെ ഈ വീഡിയോ കണ്ടതിന് ശേഷം അദ്ദേഹവുമായി വളരെ അടുത്തൊരു സുഹൃത്തിനോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അത് നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിന് മുമ്പിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വനിതകൾ മുൻപോട്ട് വരുന്ന സമയത്ത് ആ വനിതകളെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇല്ലായ്മ ചെയ്ത് അവസാനിപ്പിച്ചു വിടാനായിട്ടുള്ള ചില തീരുമാനങ്ങൾ ചില ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അപലപനീയമാണ്. അത് എതിർക്കപ്പെടേണ്ടതാണ്. നമ്മൾ ഈ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ പറയും. ഈ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ പറയും. ഏതെങ്കിലും ഒരു സ്ത്രീ മുൻപോട്ട് വരുന്ന സമയത്ത് അവളെ അടിച്ച് താഴെയിടാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. അത് തെറ്റാണ്. അത് തെറ്റാണെങ്കിൽ ആ തെറ്റാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. പിന്നെ ചെറിയ അഹങ്കാരമൊക്കെ ഉണ്ടാവുന്നേ. കാരണം അത് ആർക്കാണ് ഇല്ലാത്തത്? അഹങ്കാരം ആർക്കാണ് ഇല്ലാത്തത്? അപ്പോൾ അത് നമ്മൾ കാണേണ്ടതില്ല. കാരണം ഇത്രയും ശക്തമായിട്ട് പ്രവർത്തിക്കുന്നത് എനിക്ക് തോന്നുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ അവർ വളരെ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ അവർ വളരെ സജീവമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പാലക്കാടും ചേലക്കരയും ഒക്കെ ഉണ്ടായിരുന്നു, വയനാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ പെട്ടിയെടുത്ത് ആ മണ്ഡലത്തിൽ എത്തുന്ന ഒരാളാണ് ഈ JB മേത്ര. അപ്പോൾ ഈ JB അഹങ്കാരമാണെന്ന് എനിക്കങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല അഹങ്കാരം ഉണ്ടെന്ന്. ഇനി അടുത്തറിയുന്നവർക്ക് കുറച്ചും കൂടെ അടുത്തറിയുന്നവർക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടോന്നും അറിയില്ല. ഇല്ല, എന്നോട് ഒരാൾ ഒരു പ്രാവശ്യം കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് മറ്റൊന്നുമല്ല. അതായത് ഘടകകക്ഷിയിലുള്ള വനിതകളുണ്ടല്ലോ, ഈ വനിതകളെ ഒന്നും ഗൗനിക്കാറില്ല. അവരെ ഒന്നും വലിയ താല്പര്യമില്ല. അവരൊന്നും മുൻപോട്ട് വരുന്നതിൽ അവർക്ക് താല്പര്യമില്ല എന്ന രീതിയിൽ ഒരു ചെറിയ ഇത് പറഞ്ഞു. അതൊക്കെ അവർ സ്വയം തിരുത്തി പോകേണ്ട കാര്യങ്ങളാണ്. അവർ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൊരു അഡ്വക്കേറ്റാണ്. ഈ സമൂഹവുമായിട്ട് നിരന്തരം ഇടപഴകുന്ന ഒരാളാണ്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കോൺഗ്രസ് പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, അതിപ്പോൾ CPM ആയിക്കോട്ടെ, CPM വേണ്ടിയിട്ട് സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകളാണെങ്കിലും നമ്മളിത് പറയും. തീർച്ചയായിട്ടും നമ്മൾ പറയാതിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കോൺഗ്രസിന് വേണ്ടിയിട്ട് ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും ദൈനംദിന ചെലവുകൾ വഹിച്ചിട്ടുള്ള ഒരു KMI മേത്രയുടെ മകൾക്ക് നേരെ ഒരു ആരോപണം, അതൊരു സാമ്പത്തിക ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടത് നമ്മുടെ ധാർമ്മികമായിട്ടുള്ളൊരു ബാധ്യതയാണ്. ആ ബാധ്യത കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുത്തത്. അതല്ലെങ്കിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കേണ്ട കാര്യമില്ല. മഹിളാ കോൺഗ്രസ് വളരെ ഭംഗിയായിട്ട്
അതായത് യൂത്ത് കോൺഗ്രസിനേക്കാൾ ഭംഗിയായിട്ട് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു പോഷക സംഘടനയാണ്. അപ്പോൾ അവർക്ക് നേരെയൊക്കെ ആരുടെയെങ്കിലുമൊക്കെ കൊട്ടേഷൻ എടുത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വന്നിരുന്ന് ഏതെങ്കിലുമൊക്കെ ചാനലിരുന്ന് വിളിച്ചു കൂവുന്നത് ശരിയല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം.